The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്ത് വാഹനങ്ങളുടെയും ഡ്രൈവിംഗിന്റെയും കാര്യത്തിൽ സമഗ്രമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗത നിയമലംഘകരെ പിടികൂടാൻ നിരത്തുകളിൽ AI ക്യാമറകൾ സ്ഥാപിച്ചതും ഇതിന്റെ ഭാഗമായാണ്. ഇപ്പോഴിതാ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംസ്ഥാനത്തെ ഏത് RT ഓഫീസിലും നടത്തുവാനും ലൈസൻസ് ലഭിക്കുവാൻ 6 മാസം പ്രൊബേഷൻ പീരീഡ് നിശ്ചയിക്കുവാനും ആലോചിക്കുകയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. ഒപ്പം കഴിഞ്ഞ ദിവസം 11 മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ വാഹനങ്ങൾ മറ്റാർക്കും നൽകരുതെന്നും സംസ്ഥാന ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശമുണ്ട്. അപകടരഹിതമായ പുതിയ ഡ്രൈവിംഗ് സംസ്കാരം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇതേക്കുറിച്ച് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി എക്സ്പേർട്ട് മെമ്പർ ഉപേന്ദ്ര നാരായണന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു. കേരളത്തില് എവിടെ വേണമെങ്കിലും നമുക്ക് വാഹനം രജിസ്റ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്, സ്വദേശം കണ്ണൂരാണ്. അപ്പോ ഒരു വാഹനം വാങ്ങിയിട്ട് കണ്ണൂർ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഇനി ഇല്ല. അപ്പോ ട്രിവാൻഡ്രത്തൊരു ഓഫീസോ റെസിഡൻസോ എന്തെങ്കിലും ഒരു ടെമ്പററി അഡ്രസ് ഉണ്ടെങ്കിൽ അവിടെ വാഹനം രജിസ്റ്റർ ചെയ്യാം, അവിടെ ഉപയോഗിക്കാം. അതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ്. ഇപ്പൊ ഞാൻ എറണാകുളംകാരനാണ്, എനിക്ക് വയനാട്ടിലാണ് ജോലിയെങ്കിൽ വയനാട്ടിൽ തന്നെ എനിക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് സ്ഥിരമായിട്ട് നമ്മൾ വയനാട്ടിലായിരിക്കും ഓടിക്കുന്നത്, പക്ഷെ നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇത് അനേകായിരം പേർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇപ്പൊ അതിന്റെ പണിപ്പുരയിലാണ്. മിക്കവാറും ഒരു 1 മന്ത് കൊണ്ട് അതിനുള്ള ആപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പോ കുറെ ചേഞ്ചസ് RTO ഓഫീസുകളിൽ വരുത്തേണ്ടതായിട്ടുണ്ടാവും. അതിന്റെ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ വാഹനം രജിസ്ട്രേഷന് വേണ്ടി തെക്കോട്ടും വടക്കോട്ടും അനാവശ്യമായിട്ട് ഓടണ്ട, ഫ്യൂവൽ കത്തിക്കണ്ട, സമയം ലാഭിക്കാം. അങ്ങനെ വലിയ വലിയ സപ്പോർട്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുമൂലം പൊതുജനങ്ങൾക്ക്, വാഹന ഉടമകൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഗതാഗത കമ്മീഷണർ പറഞ്ഞത് ഒരു കാരണവശാലും സ്വകാര്യ വാഹനം സ്വന്തം ഉപയോഗത്തിന് വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം മറ്റൊരാൾക്ക് ഒരിക്കലും കൊടുക്കരുത്. കാര്യം ഇപ്പോ നമ്മുടെ ആലപ്പുഴയിലെ 11 മെഡിക്കൽ സ്റ്റുഡൻസിന്റെ അപകടം നമ്മളൊക്കെ വായിച്ച് നമ്മൾ ദുഃഖിതരാണ്. അതിന്റെ വിഷയം വന്നത് കാര്യമായ പ്രാക്ടീസ് ഇല്ലാത്ത 4-5 മാസം മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുള്ള പരിചയക്കുറവുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ടവേര മാതിരി നീളം കൂടിയ വാഹനത്തിൽ ഓവർലോഡായിട്ട് 10-11 പേരെ കയറ്റി. റോഡ് ടെറൈനെ പറ്റിയോ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ പറ്റിയോ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. ആ കുട്ടി നമ്മുടെ കൺമുമ്പ് നിരപരാധിയാണെങ്കിലും അപകടത്തിൽ അദ്ദേഹത്തെ ബുക്ക് ചെയ്തേക്കാണ്. കൂടാതെ അദ്ദേഹത്തിന് വാഹനം കൊടുത്തത്, അത് പേയ്മെന്റിലായാലും ഇഷ്ടത്തിന്റെ പേരിലായാലും കൊടുത്തത് മൂലം ഇൻഷുറൻസ് നഷ്ടപരിഹാര തുക കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇപ്പൊ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നത്. സ്വകാര്യ വാഹനം സ്വകാര്യമായി തന്നെ ഉപയോഗിക്കണം, സ്വന്തം ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കണം, മറ്റാർക്കും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിപത്ത്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ, കൂടാതെ മയക്കുമരുന്ന് അങ്ങനെയുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്ക് ഈ വാഹനം ആരെങ്കിലും ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാളെ ഇടിച്ചു കൊന്നിട്ട് മിണ്ടാതെ അത് വീട്ടിൽ കൊണ്ടിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഓണർക്കായിരിക്കും ഏറ്റവും വലിയ കുറ്റം വരാൻ പോകുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാഹനം വിറ്റ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് വണ്ടി കൈമാറുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പേരിൽ നിന്ന് ആ വാഹനം വാങ്ങിയ ആളുടെ ഉടമസ്ഥതയിലേക്ക് മാറ്റിയിട്ട് മാത്രമേ അത് എന്റെ താക്കോലും RC ബുക്കും മറ്റും കൊടുക്കാൻ പാടുള്ളൂ. കാര്യം ഈ പോകുന്ന വഴിയിൽ ഒരു അപകടം ഉണ്ടായി തന്നെയും രജിസ്റ്റേർഡ് ഓണറാണ് കേസിൽ പ്രതിയാകാൻ പോകുന്നത്. ലൈസൻസ് എടുത്ത പലർക്കും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ അറിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള പ്രൊബേഷൻ പീരീഡ് എന്നത് അപകടരഹിതമായ ഡ്രൈവിംഗിന് ഗുണകരമാകുന്ന തീരുമാനമാണ്. റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ PM മുഹമ്മദ് നജീബ്. കേരള ഗതാഗത കമ്മീഷണർ ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് അപകടങ്ങൾക്ക് പരിഹാരമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച് പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടു. പ്രൊബേഷൻ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ലൈസൻസിന് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് സിസ്റ്റം സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ജസ്റ്റ് ഒരു അപേക്ഷയും ഒരു തിയറി പരീക്ഷയും അത് കഴിഞ്ഞൊരു ടെസ്റ്റും ഉടനെ തന്നെ ലൈസൻസ് കൊടുക്കുന്ന, നേരിട്ട് ലൈസൻസ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്നത്. അത് ഏറ്റവും പഴയ ലൈസൻസിങ് സംവിധാനമാണ്. രണ്ടാമതായിട്ട് വന്നതാണ് പ്രൊബേഷൻ സംവിധാനം. അതിൽ പിന്നെ 2 സിംഗിൾ പ്രൊബേഷൻ, ഡബിൾ പ്രൊബേഷൻ എന്നൊക്കെ പറഞ്ഞ് പല രാജ്യങ്ങളിലും നടപ്പിലാക്കിയിരുന്നു. അതിന്റെ ലക്ഷ്യം എന്താ വെച്ചാല്, ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞ് ഒരാള് നമ്മളിവിടുത്തെ പോലെ തന്നെ ലേണേഴ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പഠിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് അയാൾക്ക് ഒന്നിച്ച് ലൈസൻസ് കൊടുക്കുന്നതിന് പകരം അയാളെ ഒരു
3 മാസം 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്കോ പ്രൊബേഷനിൽ ഇരുത്തുക. ആ കാലത്ത് അയാള് വളരെ വേഗത കുറച്ചോ അപകടം ഉണ്ടാക്കാതെയും മദ്യപിക്കാതെയും ഒക്കെ ഓടിക്കുക. പല സ്ഥലങ്ങളിലും പകല് മാത്രം അനുവാദം കൊടുക്കുക. സ്പീഡ് ഒരു 30 അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ സെക്കൻഡ് പ്രൊബേഷൻ ഉണ്ടെങ്കിൽ 50 അത്രയൊക്കെ കൊടുക്കുള്ളൂ. അപ്പൊ സ്പീഡിലും അതേപോലെ തന്നെ അയാളുടെ ഉപയോഗത്തിന്റെ കണ്ടീഷനിലും സാധാരണ ഡ്രൈവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒരു അവകാശങ്ങളും അധികാരങ്ങളും, അതിനൊപ്പം തന്നെ അത് ലംഘിക്കുകയാണെങ്കിൽ ഈ പ്രൊബേഷൻ നീട്ടി അല്ലെങ്കിൽ രണ്ടാമത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകേണ്ട അവസ്ഥയാണ് സാധാരണ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രൊബേഷൻ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കടന്നു പോകുന്ന ഇപ്പൊ നമ്മള് ഗ്രാജുവേറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസിങ് സംവിധാനം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ആധുനിക ലോകമൊക്കെ. എനിവേ നമുക്ക് ഈ സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ഏറ്റവും തുടക്കത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനത്തിൽ നിൽക്കുന്നതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്ന ഒരു നയമാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ള പ്രൊബേഷൻ ഏർപ്പെടുത്തുക എന്നത്. പക്ഷെ ഇത് ഏർപ്പെടുത്തണമെങ്കിൽ ലൈസൻസ് പാസ്സായതിനു ശേഷം ഇയാളുടെ പ്രൊബേഷൻ കാലാവധിയിൽ ഇയാളെ നമ്മൾ വാച്ച് ചെയ്യണം. ഇയാളെ ഡ്രൈവിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ബിഹേവിയറിനെ വിലയിരുത്താൻ നമ്മൾ റെഗുലറായിട്ട് അയാളെ വാച്ച് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും അതിൽ തെറ്റുണ്ടെങ്കിൽ അയാളെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഒരു സംവിധാനത്തിന് വാഹനത്തുമ്മേ പ്രൊബേഷൻ P എന്ന് പറഞ്ഞ മാർക്ക് വെക്കുക. അത് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊബേഷണർ വണ്ടി ഓടിക്കുക. അത് കഴിഞ്ഞിട്ട് അയാളുടെ സ്പീഡ് അതേപോലെ തന്നെ അയാളുടെ ഹാബിറ്റ് മദ്യപാനോ അല്ലെങ്കിൽ അമിത വേഗതയിലോ നിയമം ലംഘിച്ചൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പൊ ചാർജ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റിയിടുക. എന്നിട്ട് അതനുസരിച്ച് അയാളുടെ പ്രൊബേഷൻ തീരണോ അതോ തുടരണോ എന്ന് തീരുമാനിക്കുക. ഇതൊക്കെ നിയമപ്രകാരമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് നിലവിൽ അങ്ങനത്തെ ഒരു നിയമമല്ല. കേന്ദ്ര നിയമത്തിൽ അത്തരത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് പ്രായോഗികമായിട്ട് പറ്റും. പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയാൽ കുറെ കൂടി ഡ്രൈവിംഗിന്റെ ഒരു ഉടനെ തന്നെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഓടിക്കുന്നതിന് പകരം കുറച്ചു കാലം കൂടി റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഓടിക്കുമ്പോൾ അയാൾക്ക് പല റോഡിൽ വരുന്ന ആവശ്യങ്ങളും അബദ്ധങ്ങളും അത്യാവശ്യ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം എന്നൊക്കെ കുറച്ചും കൂടി നിയന്ത്രിതമായിട്ട്, അതായത് വേഗത കുറച്ച് ഓടിക്കുകയും ശ്രദ്ധിച്ച് ഓടിക്കുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി അയാൾക്ക് പ്രാക്ടീസ് ആയിട്ട് പിന്നീട് വലിയ അപകടങ്ങളിൽ പെടാതെ അയാളെയും അതുപോലെ തന്നെ റോഡ് ഉപയോക്താക്കളെയും രക്ഷപ്പെടുത്താൻ ഈ പ്രൊബേഷൻ സിസ്റ്റം ഉപകാരപ്പെടും. H8 എന്നീ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികൾ മാറ്റി യഥാർത്ഥ റോഡിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് മാറാനും മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുണ്ട്. നല്ല ഡ്രൈവർമാരെ സൃഷ്ടിക്കുന്നതിൽ ഇക്കാര്യങ്ങൾ ഗുണകരമാണെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൂടുതൽ സങ്കീർണത വരുത്തുന്നത് ഡ്രൈവിംഗ് പഠിക്കാനെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമെന്ന് അഭിപ്രായപ്പെടുന്നു തലശ്ശേരി മേക്കുന്ന് ആതിര ഡ്രൈവിംഗ് സ്കൂൾ ഉടമ G. പ്രദീപ്. കൂടുതൽ ശ്രദ്ധ അത് ഓട്ടോമാറ്റിക്കായിട്ട് 6 മാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു അവരെ നോർമൽ ഡ്രൈവിങ്ങിന് അതൊരു ശീലമായി മാറും. 6 മാസം നിയമത്തെ പേടിച്ചിട്ടും എന്റെ ലൈസൻസ് കട്ടായി പോകുന്നത് പേടിച്ചിട്ടും കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കും. പിന്നീട് അതൊരു നോർമൽ ഇപ്പോൾ ഹെൽമെറ്റ് ആയിക്കോട്ടെ സീറ്റ് ബെൽറ്റ് ആയിക്കോട്ടെ അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവര് ആ രീതിയിലേക്ക് വരും. ഡ്രൈവിംഗ് ശീലമായി വരും. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. യഥാർത്ഥ റോഡിൽ വരുമ്പോൾ പ്രയാസം വെച്ചാൽ കാറിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി വീട്ടിലൊന്നും കാറില്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വന്നാൽ അതായത് 6 മാസം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. 0 തുടങ്ങുന്നതായി തോന്നും ആദ്യത്തെ കുറച്ച് ദിവസം. പിന്നീട് അവർ നോർമലായിട്ട് ഡ്രൈവിംഗിലേക്ക് വരുള്ളൂ. അതേസമയം ഒരു ലൈസൻസ് എടുത്തു പിന്നീട് വീട്ടിൽ കാറുണ്ട് പിറ്റത്തെ ദിവസം മുതൽ തന്നെ അവർ കുറച്ചായിട്ട് ഡ്രൈവിംഗിൽ ചെയ്യുകയാണെങ്കിൽ ആ പേടി മാറും. നല്ല ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി കാറിന്റെ കാര്യത്തിലല്ല. ഇപ്പൊ നിലവിൽ എല്ലാവരും ടെസ്റ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു പേടിച്ചോണ്ടായിരിക്കും അഭിമുഖീകരിക്കുക. കാരണം അത് പഠിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥന്മാർ വണ്ടിയിലിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരുപാട് ആളുകൾ കാണുമ്പോൾ ഒരുപാട് പേടിയുണ്ടാവും. പലയാൾ പഠിച്ച കാര്യങ്ങൾ പോലും ശരിക്കും പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. പേടിയുള്ള ആൾക്കാർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് സമയത്ത് പോലും അവർ പഠിച്ചതൊക്കെ മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് കോമ്പറ്റീഷൻ വരുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന കുട്ടികളെ അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇപ്പം തന്നെ ടൂ വീലറുടെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വണ്ടി അറിഞ്ഞിട്ട് ലൈസൻസ് എടുക്കാൻ തന്നെ മടിക്കുകയാണ്. ഈ ഒരു ഫോർമാലിറ്റി ഒക്കെ കൂടുതൽ കൂടി വരും. അത് കോമ്പറ്റീഷൻ കൂടുന്നവരും ലൈസൻസ് എടുക്കാൻ ഒരു മടിയാണ്. എടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ആൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായം. 100 കണക്കിന് റോഡപകടങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. കാൽനടയാത്രക്കാരും വിദഗ്ധരായ ഡ്രൈവർമാർ പോലും റോഡപകടങ്ങളിൽ ഇരകളാവുന്നുണ്ട്. അശ്രദ്ധമായ ഡ്രൈവിംഗിനൊപ്പം റോഡിന്റെ ശോച്യാവസ്ഥയും വാഹനങ്ങൾക്ക് സംഭവിക്കുന്ന തകരാറുകളുമൊക്കെ ഇതിന് കാരണമാണ്. എന്നാൽ വാഹനാപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ വിവേകശാലികളായ ഡ്രൈവർമാർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സുഗമവും സുരക്ഷിതവുമായ ഒരു ഡ്രൈവിംഗ് സംസ്കാരം വളർത്തുന്നതിൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ പരിഷ്കാരങ്ങൾ വഴി തെളിക്കുമെന്ന് പ്രത്യാശിക്കാം. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.